കേരളത്തിൽ മാത്രമല്ല, ലോകത്തിലെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റുകാർ അതിനിഷ്ഠൂരമായ അടിച്ചമർത്തലുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ഒരുപക്ഷെ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് എളുപ്പത്തിൽ വിശ്വസിക്കാനാവാത്ത കഠിനമായ ക്ലേശപൂർണമായ അനുഭവങ്ങളിലൂടെയാണ് ആദ്യകാല പഥികർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും നയിച്ചത്. കമ്മ്യൂണിസ്റ്റ് എന്ന് കേട്ടാൽ തന്നെ ജീവൻ അപകടത്തിലാവുന്ന ഒരു സാഹചര്യം ലോകത്തിലെല്ലായിടത്തുമുണ്ട്, നമ്മുടെ നാട്ടിലുമുണ്ടായി. രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന എത്രയെത്ര ധീരയോദ്ധാക്കൾ, പാർട്ടി അനുഭാവികളും അംഗങ്ങളും തുടങ്ങി പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ വരെ രക്തസാക്ഷിത്വം വരിച്ച അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടില്ല. കേരളത്തിലെ ഓരോ ഗ്രാമങ്ങൾക്കും ഏകപക്ഷീയമായ കായികാക്രമണത്തിന് വിധേയരാകേണ്ടി വന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ചോര വീണ ഭൂതകാല ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട് എന്നതാണ് വസ്തുത. നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ എത്ര സഖാക്കൾ രക്തസാക്ഷിത്വം വരിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി അധികം കഴിയുന്നതിന് മുൻപാണ് സഖാവ് മൊയാരത്ത് ശങ്കരൻ മൃഗീയമായി കൊല്ലപ്പെട്ടത്. അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു, കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്. തന്നെയുമല്ല, കോൺഗ്രസിന്റെ ചരിത്രം മലയാളത്തിൽ എഴുതിയ ഒരുപക്ഷെ ആദ്യത്തെ നേതാവ് അദ്ദേഹമായിരിക്കാം. എന്നാൽ കോൺഗ്രസിന്റെ തന്നെ മൃഗീയമായ ആക്രമണങ്ങളെ അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നു. കോൺഗ്രസുകാരനായ കോഴിപ്പുറത്ത് മാധവ മേനോൻ മദിരാശി സംസ്ഥാനത്തിന്റെ പോലീസ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അറിവോടും പ്രേരണയോടും കൂടിയാണ് എന്ന് ആരോപിക്കപ്പെടുന്നു സഖാവ് മൊയാരത്തിനെ കൊലപ്പെടുത്തി. അദ്ദേഹം ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റിന്റെ പേരിലല്ല, ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചു എന്നതിന്റെ പേരിലാണ്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു എന്നതിന്റെ പേരിലാണ്. മൊയാരത്ത് ശങ്കരന്റെ മൃതദേഹം പോലും അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികൾക്കോ പാർട്ടി സഖാക്കൾക്കോ വിട്ടുകൊടുത്തില്ല എന്നതാണ് ചരിത്രം. ജനാധിപത്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന കോൺഗ്രസ് ചരിത്രത്തിലുടനീളം ഇത്തരത്തിലുള്ള മനുഷ്യത്വ വിരുദ്ധമായ നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത്. ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ട് ഇന്ത്യ റിപ്പബ്ലിക്കായി 15 ദിവസം തികയുമ്പോഴാണ് സേലം സെൻട്രൽ ജയിൽ അനക്സിനുള്ളിൽ 22 കർഷക സമര സേനാനികളായ സഖാക്കളെ വെടിവെച്ച് കൊന്നത്.